ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്നാല് ഒന്ന് എന്റെ മാനം പോവും, മര്യാദ പോവും, എല്ലാം പോവും. ഭയങ്കര റിസ്ക്കാണ് ഇവിടെ കൂടെ. അമ്മ 5 വർഷം കഴിഞ്ഞ് നിന്റെ കല്യാണം ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ 5 വർഷത്തിന് മുമ്പേ. ഒരു 3 വർഷത്തിന് മുന്നേ കെട്ടി. പിന്നെ ആളിന്റെ അവിടെ പോയി. ഈ ചേട്ടൻ എത്ര വയസ്സുണ്ട്? നല്ല ഭംഗി കാണാം. കല്യാണം കഴിഞ്ഞോ ചേട്ടന്റെ? ആളുണ്ടോ? അയ്യോ എന്റെ കഷ്ടപ്പെട്ട് എന്റെ തുണിയില്ല അലക്കി. കുട്ടികളുടെ എല്ലാം ഇപ്പോഴത്തെ ഈ മൊബൈലാന്നേ കാര്യം. അയ്യോ ആരെന്നറിയോ, നൈറ്റ് 1 മണിക്ക് 1:30 മണിക്കില്ല റീൽസ് ആയിരിക്കും. റീൽസ് അതും എന്താ റീൽസ്? 5 വർഷം നീ നടക്കാൻ പോകുന്നുണ്ട് കല്യാണത്തിന്. നീ മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യണൊക്കെ ഞാൻ ആലോചിച്ച് നോക്കിയേ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താന്നറിയോ, അങ്ങനെ നമ്മളെല്ലാം ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ തേച്ചിട്ട് പോകും. മലയാളം അറിയില്ലാത്ത ആള് തേച്ചിട്ട് പോകുന്നു. അമ്മാണ് പറഞ്ഞ അമ്മാണ് അടിക്കടി യൂസ് ചെയ്യുന്നത്. അമ്മാനെ നിറയെ തേച്ചിട്ട്. ശിവാനോടെ പ്രൊഡക്ഷൻ SK പ്രൊഡക്ഷൻസ് വന്ന് വെരി കർപ്പൂരം മാതിരി നോക്കും. ഒരു മാതിരി കർപ്പൂരം കത്തിക്കുമല്ലേ ചെയ്യണത്? അയ്യോ കർപ്പൂരം ശിവകാർത്തികൻ അവസാനം അതാ പിന്നെ നിന്നെ വിളിക്കാത്ത. ഒരു ഡ്രീം, ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ലൈക്ക് എന്നോട് എന്താ പയ്യൻ വന്ന് ഇങ്ങനെ വേണം. അതാണ് ഇപ്പൊ നല്ല പയ്യൻ കിട്ടുന്നതേ വന്നു ഒരു വലിയ വിഷയം. ഇതില് ഞാൻ ഒന്ന് കണ്ടീഷനിലായിട്ടാ ഇരിക്കുന്ന ആളെ എന്നെ വിട്ടിട്ട് പോകും. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്, ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈയിൽ ആരുടെ വീട്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോഴാണ് നമ്മൾക്കൊന്ന് ഇരിക്കാൻ പറ്റിയത്. ആൻഡ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിവിടെ വരാൻ പറ്റി. ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് നല്ല ജ്യൂസൊക്കെ തന്നു. ഇനി എന്തൊക്കെയാണ് തരാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. ആൻഡ് സോ ഹാപ്പിലി ഐ എം ഇൻവൈറ്റിംഗ് ബിനി ചേച്ചി ആൻഡ് ശിവാംഗി. ഹലോ, വെൽക്കം. ഹായ്, പറയൂ എന്താണ് വിശേഷം? വെൽക്കം ഹോം എന്നല്ലേ? അതെ കൊച്ചിയിൽ നിന്ന്. വെൽക്കം, വാം വെൽക്കം. ആൻഡ് ഇവിടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ന്യൂ ഹോം എന്ന് തീർച്ചയായിട്ടും പറയാം. സോ പറയൂ, വിശേഷങ്ങൾ പറയൂ. വിശേഷങ്ങൾ ഇതാണ് ഫസ്റ്റ് വിശേഷം. വളരെ സന്തോഷം ആയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഒരു എന്താ പറയുക, ശിവാംഗിയുടെയും എല്ലാവരുടെയും ഒരു ഡ്രീം. ഇങ്ങനെ പ്രത്യേകിച്ച് ചെന്നൈയിലാവുമ്പോഴത്തേക്കും നമുക്കറിയാലോ. സോ നല്ലൊരു ഇടം, വെള്ളം കയറാത്തത്, അങ്ങനെയൊക്കെ നമ്മൾ കുറേ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എനിക്ക് നേരത്തെ താമസിച്ചിടത്ത് ഈ വെള്ളത്തിന്റെ കുറച്ച് ഉണ്ട്. അവിടെ ഫ്ലാറ്റ് ആയിരുന്നു, കയറത്തില്ല. പക്ഷെ വെള്ളം ഇവര് ഈ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഡാം ഇതൊക്കെ തുറന്നു വിടുമല്ലോ. എന്നോട് ഏരിയോ എന്താ പറയണത്? ഡാമിന് ഏരി എന്ന് പറയണ, ഏരി തുറന്നു വിടും. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ മേലെ കയറിയാണ് ഫ്ലാറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ മുട്ടോളം അവിടെയൊക്കെ വെള്ളം വരും. ഇപ്പൊ അതൊക്കെ വിട്ട് വളരെ ഹാപ്പി ആയിട്ട് ന്യൂ ഹോം. ആൻഡ് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് വന്ന് അടിച്ചു പൊളിച്ച്. ഇന്നലെ ആണെങ്കിൽ ഇവിടെ മുഴുവൻ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ശിവാംഗി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വാങ്കി വിക്രം വര്. അങ്ങനെയല്ല, ഇന്നലെ നൈറ്റ് എന്റെ കഷ്ടപ്പെട്ട് എന്റെ തുണിയില്ല അലക്കി. ഇരിക്കുന്ന തുണിയെല്ലാം എടുത്ത് എന്റെ ബാത്റൂമില് ഒന്ന് ക്ലീൻ ആക്കി. തുണി അലക്കി ഇവിടെ അപ്പ ആണെങ്കിൽ ഉണങ്ങി, മറ്റേ US ചെയ്യുന്ന ഉണങ്ങി വരും. പിന്നെ അതുപോലെ ഫുള്ളായിട്ട് ഉണങ്ങി വരും. അത് ചെയ്യാൻ പോയി. എന്നിട്ട് എന്റെ തുണി അലക്കി. ഇവിടെ ഇന്ന് ഇന്റർവ്യൂവിന് വരാൻ വേണ്ടി തുണി നനച്ച് അല്ല, എന്നിട്ട് ഈ തുണിയെ എടുത്തു വെച്ച് നാളെ എന്തൊക്കെ ഓർണമെന്റ്സ് ഇടാന്ന് അതുകൊണ്ട് അതെല്ലാം ചെയ്യാന്, ഈ പെണ്ണുങ്ങളുടെ കാര്യം ചെയ്യാന് 2 മണിയായി. ഓഹോ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കിടന്നുകൊണ്ടാണ് ലേറ്റ് ആയത് എണീക്കാൻ. പാവന്ന മഹേശ്വരി അലക്കി തേച്ച്. ഇവിടെ എന്താണെന്നറിയാമോ, ഒരു വലിയ ഇതുണ്ട് മദ്രാസില്, തമിഴ്നാട്ടില്. ഞാൻ എപ്പോഴും പറയും, അതായത് നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു നാടാണ്. അവര് അയൺ ചെയ്യാൻ
വന്ന് മേടിച്ചോണ്ട് പോകും. ഇനി ഡ്രൈ ക്ലീൻ ചെയ്യാൻ വന്ന് മേടിച്ചോണ്ട് പോകും. രാവിലെ ആയ ഇളനീര്, പച്ചക്കറി, എന്താ പറയണ്ട, പൂവ് എല്ലാം വീട്ടിന് വെളിയില് നമ്മൾ സുഖിയൊന്നും ചെയ്യണ്ട, അവരെ വിൽക്കാൻ. പച്ചക്കറി, പിന്നെ കുപ്പയില്ലേ, കുപ്പ എന്ന് പറഞ്ഞ വേസ്റ്റ്, അതൊരു വലിയ പ്രോബ്ലം ഒന്നും നമ്മുടെ നാട്ടിലെ. വേസ്റ്റ് രാവിലെ എടുക്കാൻ അത് ഒരു പെട്ടി, ഒരു ഓട്ടോ പോലെ ഒരു സാധനമായിട്ട് ഇവർ വരും, എടുത്തോണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ട് നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു സ്ഥലം ഒരു സ്ഥലമാണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഇനിയിപ്പോ നമ്മൾ മൊത്തം മടിയന്മാരാണെന്ന് സുഖി ആപ്പും പോലെ അങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. പക്ഷെ ഇവിടെ ഈ പൂ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 3 നേരം വരും. പ്രത്യേകിച്ച് ഇളനീര്. നിങ്ങൾ ഇളനീര് കുടിച്ചോ? വരുന്ന വഴി 2-3 പ്രാവശ്യം നിർത്തി കുടിച്ചു. അവരെ ഇളനീര് കൊണ്ട്, അതായത് നമുക്കേ ഇളനീര് കേരളത്തിൽ നിന്നാ വരുന്നത്, അവരുടെ അടുത്ത് പോയി ഇളനീര് കുടിച്ചാൽ. പക്ഷെ കേരളത്തിൽ നിന്നാ പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ തൊടുപുഴ നിൽക്കുവോ, അവിടേക്ക് ഇളനീര് വന്നോ? ഇങ്ങനൊക്കെ പറയല്ലേ, അവിടെ പ്രശ്നമില്ലേ? അതല്ല, പ്രശ്നമൊന്നും ആവില്ല. അതല്ലേ പറഞ്ഞ, വീട്ടിലേക്ക് വരില്ലല്ലോ. ഇവിടെ വീട്ടിലേക്ക് വരണം, അതായത് ഇവിടെ വന്ന് തരുമല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഡ്രൈവ് ചെയ്ത് പോയി നമ്മൾ മേടിക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം കാര്യങ്ങൾ. സോ ഇവിടെ ഈസി പ്രോസസ് ആണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട് ഫോർ ദാറ്റ്. അല്ലേ? എളുപ്പമാണ്. ഈ ശിവാംഗി ആക്ച്വലി ഈ മടിയുടെ കാര്യം പറഞ്ഞോണ്ട് മടിയുള്ള ഒരാളാണ്, ലേസി ആണ്. അയ്യോ, ലേസി ഈസ് ഈക്വൽ ടു ശിവാംഗി ആണോ? സത്യം. പക്ഷെ എന്താണെന്നറിയോ, എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അങ്ങനെ ഊരിന് മുമ്പ് ഞാൻ എഴുന്നേക്കുള്ളൂ, നാട്ടിന് മുമ്പ് ഞാൻ എഴുന്നേക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം എണീറ്റ് ഞാൻ തന്നെ പോകും. അമ്മ തന്നെ കഷ്ടപ്പെട്ട എഴുന്നേക്കണ്ടേ, അപ്പൊ ഞാൻ എഴുന്നേറ്റ് അമ്മ ബായ് എങ്ങനെ പറഞ്ഞ് ഞാൻ പോവും. ഇപ്പൊ ഒരു ഷൂട്ടിങ്, ഒരു റെക്കോർഡിങ് എന്തെങ്കിലും ഞാൻ എടുക്കാൻ പോവാ, അങ്ങനെ എന്നാ എനിക്ക് മുമ്പ്, എല്ലാവർക്കും മുമ്പ് ഞാൻ എഴുന്നേറ്റു. പക്ഷേ എനിക്ക് ഒരു പണിയില്ലെങ്കിൽ എന്നെ അടിച്ചുകൂടെ ആരും എഴുപ്പിയാലും ഞാൻ എണീക്കത്തില്ല. യൂഷ്വലി എത്ര മണിക്കായിരിക്കും എണീക്കാറ്? അതായത് ഒരു നോർമൽ ഡേ, വലിയ വർക്ക് ഒന്നും ഇല്ലാന്ന് വെച്ചോ, അത് അമ്മയൊക്കെ രാവിലെ എണീറ്റു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഇതേപോലെ അവള് കണ്ടിട്ടില്ല, അവള് 11:30 എഴുന്നേക്കും. ഞാൻ രാവിലെ 7 മണിക്കെന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും, എണീറ്റിരിക്കും. ഷുവറാണ്? 9 മണി? ഇല്ല 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 ഇല്ല, ഇന്ന് 9 മണിക്ക് എഴുന്നേറ്റാ. ഞാൻ വാച്ച് നോക്കി. അപ്പൊ ശിവാംഗി ഉറങ്ങുന്നില്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു? അയ്യോ, ഇത് നുണ. ആദ്യം ക്ലിയർ ആയിട്ടാ, ഒരിക്കലുമില്ല. ഞാൻ നിന്നെ ഒന്ന് എഴുന്നേപ്പിച്ചത് 9 മണിക്കാണോ? ശരി, അമ്മ 7 മണിക്ക് എഴുന്നേക്കും, ഞാൻ ഒന്നൊരു 9 മണിക്ക് എഴുന്നേക്കും. യൂഷ്വലിയാ? 11:30 12. പക്ഷെ അതേ ആളെ എനിക്കൊന്നും ഒരു 6 മണി ഒരു സ്പോട്ടിലിരിക്കണം, ഷൂട്ടിലിരിക്കണമെങ്കിൽ ഞാൻ എഴുന്നേക്കും. അപ്പൊ കിടക്കുന്ന ടൈമോ? നൈറ്റ് 2-3 മണിയൊക്കെ ആയിരിക്കും. 3 മണി? ചില സമയം ഷൂട്ടിനല്ല, ഞാൻ ഒന്ന് 3 മണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ 6 മണിക്കെല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠ, ഡിസിപ്ലിൻ ലൈഫില്. കുട്ടികളെ നിങ്ങൾ ഇതൊന്നും ആര് പഠിക്കാനേ പോല, ഞാൻ അങ്ങനെ ആയിപ്പോയി. അതെ, ഞാൻ വന്നപ്പോഴേ മിനി ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോൾ നൈറ്റ് കിടക്കുന്നത് ഭയങ്കര ലേറ്റ് ആണ്, രാവിലെ എണീക്കുന്ന ഉച്ചയ്ക്കാണ്. എന്താ കുട്ടികളുടെ എല്ലാം ഇപ്പോഴത്തെ ഈ മൊബൈലാന്നേ കാര്യം. എല്ലാരും മൊബൈൽ എടുത്ത് നൈറ്റ് 1 മണിക്ക് 1:30 മണിക്കില്ല റീൽസ് അയക്കും. റീൽസ് അതും എന്താ റീൽസ്? 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്നുണ്ട് കല്യാണത്തിന്, അത് കഴിഞ്ഞിട്ട് വീട് ആൾറെഡി കെട്ടി കഴിഞ്ഞു, അടുത്ത വീടിന്റെ കാര്യമെല്ലാം എടുത്ത് അയച്ചോണ്ടിരിക്കുക. 5 വർഷം കഴിഞ്ഞ് നിന്റെ കല്യാണം ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു 5 വർഷത്തിന് മുമ്പേ. ഒരു 3 വർഷത്തിനുള്ളിൽ കെട്ടി. അയ്യോ, പിന്നെ ആളിന് എവിടെ പോയി? ഞാന് അതാ, ആൾ 5 വർഷം കഴിഞ്ഞ് വരുള്ളൂ എന്ന് ആര് പറഞ്ഞു? ആളെപ്പോ വേണേലും വരും. ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, ഇവിടെ ഒരാള് നിന്നപ്പോ ആളെടുക്കാന്ന് ചോദിച്ചു. വന്ന ഉടനെ ചേട്ടൻ സുന്ദരനായിരിക്കണല്ലോ, കല്യാണം കഴിഞ്ഞോ, ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? അത് ചുമ്മാ അങ്ങനെ ചോദിക്കുന്നു. ചുമ്മാ ഇങ്ങനെ അന്വേഷിക്കും. എന്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും പറഞ്ഞു വിടാലോ. അങ്ങനെ അപ്പൊ ഒരു 5 years ഗ്യാപ്പ് അല്ല, 3 years. ഇതെന്താ 2025 വരാൻ പോവാ. 27-ല് ഒരു 3 to 4 years. ഓക്കെ. അപ്പൊ ഒരു ഡ്രീം, ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ലൈക്ക് എന്നോട് എന്താ പയ്യൻ വന്ന് ഇങ്ങനെ വേണം, ഇപ്പോലെ നല്ല പയ്യൻ കിട്ടുന്നതേ വന്നു ഒരു വലിയ വിഷയം.
ഇതില് ഞാൻ ഒന്ന് കണ്ടീഷനിലായിട്ടാ ഇരിക്കുന്ന ആളെ എന്നെ വിട്ടിട്ട് പോകും. അതെ, എന്തിനാ ഇപ്പൊ ചേട്ടന് എത്ര വയസ്സായി? എത്ര ഉണ്ടാവും? ഒരു 35. അയ്യോ അത്ര ഇല്ല, ഓൾമോസ്റ്റ്. വെച്ചോ, ഇരിക്കട്ടെ, ഒരു വെയിറ്റ് ഇരിക്കട്ടെ. 35. ചേട്ടന്റെ ജനറേഷന്റെ ഒരു ലവ് അങ്ങനെന്നാ. ചേട്ടൻ തന്നെ പെണ്ണിന്റെ പുറകിൽ പോയി, ചേട്ടൻ തന്നെ ലവ് ലെറ്റർ എഴുതി, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റീവോടെ ഇരിക്കുന്നത് അല്ല ഇത്. പക്ഷെ ഈ ജനറേഷൻ അങ്ങനെയല്ല. ഞങ്ങളാണ് പയ്യന്റെ പുറകിൽ പോയി, ഞങ്ങളാണ് മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്ത്, ഞങ്ങളാണ് ആ പയ്യനെ നോക്കി, ആ പയ്യൻ ചോദിച്ചിട്ട് ഞങ്ങളാ വരണ്ടേ. അപ്പോ അങ്ങനെ പാവപ്പെട്ട ജനറേഷനിലെ ഞാൻ എങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഞാൻ എങ്ങനെ ആലോചിക്കണം. അങ്ങനെയും മീറി ആ പയ്യൻ ഇങ്ങനെയൊക്കെ വന്നാ ആ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് നിറയെ ഉണ്ടെന്നർത്ഥം. അതാവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഇനി അടുത്ത വരവ് മറ്റേ കല്യാണത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരാം, മാരേജിൽ. അതെങ്ങനെയുണ്ട് വിളിച്ചേച്ചി? അത് അടിപൊളിയാകല്ലേ? അന്നേരം പറയണം, ഞങ്ങൾ ഈ 3 വർഷം മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അതുപോലെ തന്നെ കണ്ടീഷൻ എല്ലാം ഉള്ള ഒരാളെ കിട്ടി എന്ന് പറയാലോ. ഗുഡ് ഐഡിയ, റൈറ്റ്? എന്റെ ദൈവമേ, നീ മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യണൊക്കെ ഞാനൊരു ആലോചിച്ചു നോക്കിയേ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താണെന്നറിയോ, അങ്ങനെ നമ്മളെല്ലാം ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ തേച്ചിട്ട് പോകും. മലയാളം അറിയില്ലാത്ത ആളെ തേച്ചിട്ട് പോകുന്ന അമ്മാണ് പറഞ്ഞ അമ്മാണ് അടിക്കടി യൂസ് ചെയ്യുന്നത്. എന്ത് പറയുമ്പോഴാ യൂസ് ചെയ്യുന്ന അമ്മ? അമ്മാനെ നിറയെ തേച്ചിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്നാല് ഒന്ന് എന്റെ മാനം പോവും, മര്യാദ പോവും, എല്ലാം പോവും. ഭയങ്കര റിസ്ക് ആണ് ഇവിടെ കൂടെ. ഞാൻ പറയുന്നത് അമ്മയുടെ പഴയ കാമുകമാര് എനിക്ക് ആകെ അപ്പ മാത്രം. അപ്പാണ് കാമുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാന് ഈ റീസെന്റ് കാശ് കൊടുത്ത് ഏമാന്ന് പോകുന്നത് അതല്ല. എടീ അവളെന്നെ തേച്ചിട്ട് പോയടി അങ്ങനെയെന്ന് പറഞ്ഞില്ല. വിഷയം ഉണ്ട്. അത് പല പല ആൾക്കാരെ ഇങ്ങനെ ചേച്ചി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എപ്പോഴും എവിടെ വെച്ചോ ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഷണ്ട കറക്റ്റ് അല്ലേ? ആ വിഷയത്തില് ഞാൻ ഒത്തുക്കില്ല. എന്തിനാ ഒത്തുക്കവയില്ലെന്ന് പറഞ്ഞാൽ അവർക്കറിയാം മലയാളീസിന് എല്ലാ ഭാഷയും അറിയാം. ശരി. അപ്പൊ എന്താ അത് ഞാൻ ഒന്ന് യോജിപ്പില്ല. എന്തിനാ ഒരു പ്രണയം ഒരു കാമുകന്നാ സൺഡേ ഇടണം. അപ്പോഴാ ലവ് ഇനി ഡീപ്പ് ആവും. ലവ് ഉണ്ടെങ്കിലേ സൺഡേ ഇടുള്ളൂ. സൺഡേ ഇടാതെ അങ്ങനെ അതിന് പേരാണ് ഫേക്ക് ആക്ടിങ്. ആർട്ടിഫിഷ്യൽ. സൺഡേ ഇട്ട് അപ്പുറം ലവ് ഡീപ്പായി, പിന്നെ തിരിച്ചൊരു സൺഡേ ഇട്ട് പിന്നെ ഡീപ്പായി. ഇതല്ലേ அதுக்கப்புறம் யோசிக்கும் போது இந்த லவ்வோட ஸ்ட்ரெngth வந்து ரொம்ப ஜாஸ்தி ஆகும். எப்படி இருக்கு என்னோட தமிழ் ഇഞ്ചി ചന്ദ്രമുഖി എന്നുള്ള സോങ്, ദാറ്റ്സ് ദ അല്ലേ? അതാണല്ലോ ഒരു മെയിൻ, അതിലൂടെയാണ് എന്ന് ഇപ്പോഴും ഐ മീൻ ആൾക്കാർ പറയുമ്പോൾ വോട്ട് യു ഫീൽ അല്ലെങ്കിൽ? അതെ, അതെൻ്റെ ആദ്യത്തെ ഫിലിം സോങ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. 20 വർഷമായി ഇപ്പം. അപ്പം അത് ഞാനും എൻ്റെ ഹസ്ബൻഡ് നമ്മൾ കർണാട്ടിക് മ്യൂസീഷ്യൻസ് ആണ്. ഇപ്പോഴും ആ ഒരു കൊച്ചിലേ തൊട്ട് അത് പഠിച്ചുകൊണ്ട് സിനിമ അങ്ങനെ അത്രയും നമ്മൾ ഫിലിം നോക്കില്ല. അന്നൊക്കെ കർണാട്ടിക് പാടുന്ന ഒരു ഫിലിം പാടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ കൂടെ വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മ്യൂസിക് മെയിനായിരുന്നു, MA MPhil. അപ്പോൾ അത് കാരണം അന്ന് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതെനിക്ക് ഇപ്പോഴും അതൊരു വലിയൊരു വിഷമമാണ്. ഇപ്പം ഞാൻ ഒരുപാട് കൺട്രീസ് ആൾക്കാർ ഞാനും ഹസ്ബൻഡ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും പറയും, ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസിങ് ഫിലിം സോങ് എന്ന് പറയണത് ഒരു ഭയങ്കര ഒരു വൈറ്റമിൻ D or C നമ്മുടെ ബോഡിക്ക് എക്സ്ട്രാ ഒരു വൈറ്റമിൻ നമ്മൾ കൊടുക്കുന്ന പോലെ ത്രോട്ടിന് എക്സ്ട്രാ വൈറ്റമിനാണ് ഈ ലളിതമായ സംഗീതങ്ങൾ അഭ്യസിക്കുക എന്നുള്ളത്. അത് പണ്ട് ഞാൻ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറി സിസ്റ്റം, ടീച്ചിങ് സിസ്റ്റം ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്ത് ഒരുപാട് ചുമ്മാ പഠിപ്പിക്കുന്നതല്ല ടീച്ചിങ്. അപ്പോൾ അങ്ങനെ മാറി ഒരുപാട്. അതുകൊണ്ട് പാട്ട് അത്രയും ഫിലിം സോങ് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ എന്നാലും എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെ വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് നമ്മുടെ ഒരു പാട്ട് കൊടുത്തു. അങ്ങനെ വന്നതാണ് ഇപ്പൊ സ്റ്റേജ്. പിന്നെ അധികം ഞാനിങ്ങനെ സ്റ്റേജ് ഗാനമേളകൾ അങ്ങനെ ഒരു 4-5 വർഷം ചെയ്തു. പക്ഷെ പിന്നെ എഗെയിൻ കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് കൺസേർട്ടിന് പോണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ വിദ്യാസാഗർ സാർ ഷോ നടക്കുമ്പോൾ എനിക്ക് പകരം രാര പാടുന്നത് ഈ കുട്ടിയാണ്.
അപ്പൊ ഇവള് പറയും ഞങ്ങളുടെ ഫാമിലി സ്വത്ത് എന്ന്. ഓ ശരി, അടിപൊളി. Correct. அது நான் சார் எடுத்தே வரேன். எங்களுக்கு ஒரு என்னது அழிக்க முடியாத ஒரு சொத்து நீங்க கொடுத்திருக்கீங்க. അപ്പൊ സാർ എന്ത് പറയും? சார் வந்து ഓക്കെ சார் அதாவது லெஜெண்டரி திங்ஸ் எல்லாம் செய்திருக்கேன். எப்படி இது பண்ணீங்க என்னன்னு ചോദിച്ചാ ഏതോ അവ പുള്ളിയെ അത് ചെയ്യാത്ത മാതിരി ഒരു ആറ്റിറ്റ്യൂഡ്. അല്ല ഇങ്ങനെ കാണിക്കും എല്ലാം കടവുൾ. അത് രാജാ സാറോ സിംപ്ലിസിറ്റി ആൻഡ് അതെ അതെ ഒരു ഹംബിൾ അങ്ങനെ വേണമെങ്കിൽ. നിങ്ങളെ ലവ് മാരേജ് അല്ലായിരുന്നോ? അപ്പൊ ഈ സോങ്ങിന്റെ കണക്ഷൻ ആയിരുന്നോ അതിലേക്ക് നയിച്ചത്? അതെ ഡെഫിനറ്റ്ലി. എങ്ങനെയായിരുന്നു ആക്ച്വലി അത് ഇല്ല. അപ്പോൾ ഞങ്ങളന്ന് നേറ്റിങ്ങിൻ്റെ മോഹനന്ദ് സാറിൻ്റെ അടുത്ത് നിന്ന് MA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹനന്ദ് സാറിൻ്റെ അടുത്ത് കൃഷ്ണനും ഞങ്ങൾ രാവിലെ പോവും, ഇദ്ദേഹം വൈകുന്നേരം അവിടെ പോയി പഠിക്കുന്നത്. രാവിലത്തെ ബാച്ച്. അതെ, ഇദ്ദേഹം ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്. പക്ഷേ സാറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാവിലെ ഞങ്ങൾ പഠിക്കാൻ വന്നതും ഞങ്ങളെ പഠിപ്പിച്ചും അത് എല്ലാ ഗുരുക്കന്മാരും പറയും കേട്ടോ. അതും ഞാനും ഇപ്പോൾ ഒരു ഗുരു ആയിരിക്കുമ്പോൾ നമ്മൾ പലരുടെയും അവരെ അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ച് നമ്മൾ പറയും. അതുപോലെ സാറും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഇദ്ദേഹം ഒന്ന് ഭയങ്കര തിരക്കുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിലേ തൊട്ട് ഒരു 16-17 വയസ്സ് തൊട്ട് സ്റ്റേജ് കർണാട്ടിക് കച്ചേരി യങ്സ്റ്റേഴ്സിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ കച്ചേരിക്ക് എൻ്റെ ചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ പ്രിൻസിപ്പളാണ് ചെമ്പൈ കോളേജിൽ, അന്ന് വയലിനിസ്റ്റ് കച്ചേരിക്ക് വായിക്കാൻ പോകും. അപ്പം കൃഷ്ണൻ്റെ കച്ചേരിക്ക് ചേട്ടൻ വായിക്കും. അപ്പം ചേട്ടനെ ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ ഞാനാ, ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാനും ചേട്ടനും കൂടെ ഒരു വീട്ടിലാണ്. ഇനി ബാക്കി കാര്യം പറയണ്ടല്ലോ. എന്നിട്ട് അപ്പോൾ പറയും ഇന്ന് ഞാൻ മോഹനന്ദ്ര സാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഇന്ന് ബിന്നി അത് പാടി, ഇന്ന് ബിന്നിക്ക് അതാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പാടും. അപ്പോൾ ഇന്ന് കൃഷ്ണൻ എന്താ പഠിച്ചേ? ഇന്ന് ഞാൻ മാരമണൻ പഠിച്ചു. അപ്പം മാരമണൻ ഓ മാരമണൻ. അപ്പം നീ എന്ത് പഠിച്ചു? അപ്പം ഞാൻ പറയും മറ്റേ പാട്ടുണ്ടല്ലോ, മാ ജാനകി ചെട്ടബട്ടക മാ ജാനകി. അപ്പോൾ പുള്ളിയും പാടും. ഇങ്ങനെ പാടി 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 ഞങ്ങളിപ്പോഴും 25 വർഷമായി ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചൂടോടുകൂടി ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സോങ് ഇപ്പോൾ പാടുക. എന്തായാലും കേൾക്കുന്നുണ്ടോ? ഞങ്ങള് അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടില് ഒരഷ്ടപതി ഉണ്ട്. നാഥഹരേ ജഗന്നാഥഹരേ നാഥഹരേ ജഗന്നാഥഹരേ സീതതി രാധാ വാസഗൃഹേ സീതതി രാധാ വാസഗൃഹേ നാഥഹരേ നാഥഹരേ നാഥഹരേ. ഇത് ലൈവായിട്ട് കേൾക്കാൻ പറ്റുന്നത് അല്ലേ? അതൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മളിത് കേട്ടോണ്ടിരുന്നിട്ട് ഒരു 1-on-1 ഇരുന്ന് ലൈവായിട്ട് ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. നമ്മളല്ലാതെ ഫോണിലൂടെ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടെങ്കിലും താങ്ക്സ് ഫോർ ദാറ്റ്. ഇനി വരാനിരിക്കുന്നു, ഇനി ഞങ്ങൾ ഈ ലവ് സ്റ്റോറി ഒക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടോ ശിവാംഗിയുടെ അടുക്കെ? ആണല്ലേ? എന്നിട്ട് അത് എൻജോയ് ചെയ്യല്ലേ കേട്ടിരുന്നു? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പുനിതமான ലവ് സ്റ്റോറി. ഇത് അതായത് ഞങ്ങളുടെ ജനറേഷൻ ഒരു മാതിരി ഭയങ്കര പാവം ഈ 2K കിഡ്സ്. അതെ അതെ. പാവം ഞങ്ങളൊക്കെയാണ് പാവം. അല്ലല്ല, ഞങ്ങൾ ഒരു വിധത്തില് നല്ല ഞങ്ങളൊക്കെയാ പാവം. നിങ്ങളാണ് സൂപ്പർ. നിങ്ങളുടെ അടുത്ത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരുന്നു, ജെനുവിൻ ലവ് ഉണ്ടായിരുന്നു. 2000 കഴിഞ്ഞ് ജനിക്കണവരെ പറയണത്. അതാ ഞാൻ പറയുന്നത്. ബിഫോർ സോഷ്യൽ മീഡിയ നിങ്ങൾ നിറയെ ടൈം സ്പെൻഡ് ചെയ്തു, ഇങ്ങനെ നിറയെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളല്ല, അങ്ങനെയല്ല. എല്ലാമേ ഒരു എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ആയിട്ടാണ് വന്ന് വരുന്നത്. നിങ്ങൾക്കല്ലേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ താഴെ കമന്റിൽ നിങ്ങൾ 2K കിഡ്സ്. അവര് വന്ന് നീയെല്ലാം വന്ന് ഞങ്ങളല്ലേ നല്ല നോക്കിയിട്ടില്ലേടി അങ്ങനെയൊന്നും പറയാം. അതല്ല പറഞ്ഞേ. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. അഡ്ജസ്റ്റ് ചെയ്യണത് എപ്പോഴും 2K കിഡിന്റെ മുമ്പിലുള്ള ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിലെ ആൾക്കാരാണ് അഡ്ജസ്റ്റ് ചെയ്ത് വാഴുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേർ ചോദിക്കും നിങ്ങൾ ഫുള്ള് സന്തോഷമായിരുന്നു അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ എന്നെ ചോദിച്ചാൽ ടച്ച് വുഡ്
യെസ് കൃഷ്ണൻ്റെ കൂടെയുള്ള എനിക്ക് എപ്പോഴും എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുക കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഞാൻ കല്യാണം കഴിച്ചത് തന്നെയാണ് എനിക്കിഷ്ടം. അത് എനിക്ക് അപ്പോൾ അവൾ പറയും അത് അപ്പായെ പോലുള്ളൊരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായിരിക്കാം അത് ദൈവം. പക്ഷേ എല്ലാവർക്കും അപ്പനെ പോലെ കിട്ടണമെന്ന് ആവശ്യമില്ല. ആവശ്യമില്ല കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ അവള് പറയും. ഞാൻ പറഞ്ഞു കിട്ടില്ല എന്ന് ഉറപ്പില്ല, കിട്ടില്ല എന്നുമില്ലല്ലോ, കിട്ടൂലോ. അപ്പം പക്ഷെ ഞങ്ങൾക്കുള്ള ചണ്ടകളും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് ആ രാത്രിയാകുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ പറയണേ, ഗിവ് ആൻഡ് ടേക്ക്, ഒരു വിട്ടുകൊടുക്കൽ, അത് എത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മനോഹരമായിട്ട് പോകാവുന്ന ഒരു ലൈഫാണ് എല്ലാവരുടെയും ലൈഫ്. ഞാനത് ക്ഷമിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ ആ മനുഷ്യന് തന്നെ അല്ലെങ്കിൽ അവൾക്ക് തന്നെ മനസ്സിലാവും ഇദ്ദേഹം ക്ഷമിച്ചത് കൊണ്ടാണ് നമുക്കത് ഇപ്പം ഹാപ്പി, അല്ലെങ്കിൽ ഇവൾ ക്ഷമിച്ചത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതെ, ആ ഈഗോ ഉണ്ടല്ലോ, വീടിന് വെളിയിൽ നിങ്ങൾ ചെരുപ്പഴിച്ച് വെക്കുമ്പോൾ നിങ്ങളുടെ ഈഗോ, ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ആക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു സയൻറ്റിസ്റ്റാണ്, ഡോക്ടറാണ്, എല്ലാം ആ വെളിയിലെ ചെരുപ്പഴിച്ച് വെക്കുമ്പോൾ നമ്മൾ ചെരുപ്പഴിച്ചിട്ടില്ലേ വരുള്ളൂ. അവിടുന്ന് ആ സംഭവം ഈഗോ എല്ലാം വെളി കഴിഞ്ഞിട്ട് വീട്ടിനുള്ളിൽ കയറും. വീട്ടിനുള്ളിൽ കയറി ഞാനൊരു നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ആണ്, നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. എന്തിനാണ് അടിയും മുഴക്കും അങ്ങനെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും? ഞാനൊരു കാര്യം പറട്ടെ, രണ്ട് അച്ഛനമ്മമാരുടെ അടുത്തുനിന്ന് വരുന്ന രണ്ട് തികച്ചും സ്വഭാവമുള്ള രണ്ട് വ്യക്തികളാണ് കല്യാണം കഴിക്കുന്നത്. ഉറപ്പായിട്ടും രണ്ടുപേരും ക്യാരക്ടർ ഒന്നല്ല, അടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വീട് നീറ്റാക്കി ഇടണം, എപ്പോഴും അവിടെ ഇത് പാടില്ല അത് പാടില്ല, കപ്പെടുത്ത് കുടിച്ചാൽ വെള്ളം അത് കഴുകി വെക്കണം, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇടരുത്. പക്ഷേ വന്നിരിക്കുന്ന ഒരാൾ പക്ഷേ അങ്ങനെ ഇടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, കാലക്രമേണ അവർ അതിലേക്ക് വരും. ഇത് ചില ആൾക്കാരുണ്ട്, അവർ നീറ്റല്ല, ഇനി ചിലർക്ക് ഭയങ്കര നീറ്റ് പ്രോബ്ലം ഉണ്ട്, നീറ്റല്ല എന്നും പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഉണ്ട്, ഫ്രണ്ട്സ് അല്ല, എനിക്ക് അറിയാവുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോൾ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അബ്രോഡിലുള്ളവരായിരിക്കും, എനിക്ക് അറിയാവുന്നവരുണ്ട്. വൃത്തി അത് വൃത്തിയില്ല, അപ്പൊ രണ്ടും കൂടെ അടിച്ച് പിരിഞ്ചരഹ. അപ്പൊ ഞാനിപ്പോ ശിവാംഗിയോട് പറയും, ശിവാംഗി ഒരാളുടെ ബേസിക്, ഞാൻ OCD കുറിച്ചല്ല പറയണേ, ഓവർ വൃത്തി, ഒരാളുടെ ബേസിക് ഇതിനാണ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് വെക്കുക, അടുക്കള വൃത്തിയായിട്ടിരിക്കുക, മോർ ഓവർ ബാത്റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് ഞാനൊക്കെ ഓരോന്നുണ്ടെങ്കിൽ ഇരുന്നത് അതന്നെ ഇന്നലെ ലേറ്റ് ആയി നീ ചോദിച്ചു തമ്മിൽ എന്ത് ബന്ധം? ബാത്റൂം, ഞാൻ പറഞ്ഞു ബാത്റൂം എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് എന്റെ തുണിയെല്ലാം അലക്കാൻ ഇട്ടിട്ട്, എന്നിട്ട് ബെഡ് റെഡിയാക്കി, എന്നിട്ട് എന്റെ ബാഗെല്ലാം സോർട്ട് ചെയ്ത്, എന്നിട്ട് എന്റെ കബോർഡെല്ലാം ഒന്ന് നീറ്റാക്കി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഉറങ്ങാൻ ടൈമായി. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. കൈയോടെ അങ്ങനെ എന്നും വേണം കേട്ടോ, കല്യാണം കഴിഞ്ഞാലും അങ്ങനെ വേണം. അയ്യോ, എന്റെ പയ്യന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക, അവന് കുളിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ വഴക്കി വിടുകയൊക്കെ പയ്യനായിട്ട് ഇതിന്റെ പേരിലൊക്കെയാണ്. അപ്പൊ ഞാൻ പറയണത്, ഇത് സീരിയസ് ആയിട്ട് എടുക്കാതെ കുറച്ച് ടൈം കൊടുക്കുക അവർക്ക്, അതാണ്. ചേട്ടൻ ഒന്ന് കണ്ടോ, ഇങ്ങനെ ആരെങ്കിലും നെയിൽ പോളിഷ് ഇടോ, ഇതൊന്ന് സൂം വയ്ക്കാ. ഒരു കാര്യം, എന്റെ ശരീരത്തിൽ ഏതോ ഒരു ഭാഗമാണ് നെയില്, ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല. ഞാൻ എന്നും മറന്നു പോകുന്നൊരു കാര്യമാണ് നെയിൽ പോളിഷ് ഇടാൻ. ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. ഞാനത് എപ്പോഴും ഞാൻ കച്ചേരിക്ക് ഇവിടെ കാറിലിരുന്ന് അപ്പോൾ ഇറങ്ങുമ്പോഴാണ് നെയിൽ പോളിഷ് ഇട്ടില്ല. അത് എനിക്കറിയില്ല, എൻ്റെ ഒരു ഇതാ. അതെ, കൃഷ്ണനാണെങ്കിൽ നെയിൽ പോളിഷിന്റെ മണം കാറിൽ കേൾക്കണത് ഇഷ്ടമേ അല്ല. അപ്പൊ ഞാൻ കാറിലിരുന്ന് ഇതിടും. പക്ഷെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളി ആ മണം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ പുള്ളിയുടെ ഭാര്യയാണ് ഞാൻ. അതാണ് അത് ഞാൻ കയ്യും കാലും മാത്രം, അതിൽ ഞാൻ മനുഷ്യനെല്ലാം പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ, കയ്യും കാലും മാത്രം അത്രയും ശ്രദ്ധിക്കില്ല. പക്ഷെ കയ്യും കാലും ശ്രദ്ധിക്കണം നമ്മൾ. ഞാനിങ്ങനെ ഇത് ചെയ്യുന്ന പെഡിക്യൂർ മാനിക്യൂർ ഞാൻ ശ്രദ്ധിക്കത്തേ ഇല്ല. പിന്നെ ഞാൻ എല്ലാവരും പറയും എന്നെ ഇങ്ങനെ പുട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സൺസ്ക്രീൻ മാത്രമേ തേച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നെ മേക്കപ്പ് ഇടണ ഇത് അങ്ങനെ കിഴവി അങ്ങനെയൊക്കെ പറഞ്ഞ് കാളിയൊക്കെ. അതെന്താന്നറിയോ, അമ്മ വന്ന് കണ്ണ് നിറയെ എഴുതി ലിപ്സ്റ്റിക്, ഞാൻ കണ്ണ് എഴുതി ലിപ്സ്റ്റിക് ഇടും. ഇതാണ് പൊട്ടിന്റെ
Might ഈ be the പൊട്ടും കണ്ണും ഇത് എഴുതും. അല്ലാണ്ട് മുഖത്തിൽ അങ്ങനെ ഫൗണ്ടേഷൻ തേച്ച് അത് തേച്ച് അങ്ങനെ ചെയ്യത്തില്ല. കവളിന്റെ മേക്കപ്പ് എനിക്ക് ഒരു 2 സെക്കൻഡ് മതി. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതും. അതാണ് അത് കാണുന്നോണ്ടായിരിക്കാം. അതെ അതെ അതെ. പിന്നെ വേറൊരു ശിവകാർത്തികേയൻ ആൻഡ് ദ മൂവി ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു എന്ന് പുള്ളിയുടെ അടുക്ക്. അവസാനം അതാ പിന്നെ നിന്നെ വിളിക്കാത്ത. ഇത് ശിവകാർത്തികേയൻ അണ്ണനെ അറിയില്ല ഈ കാര്യം എപ്പോഴും അല്ല. പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരുന്ന പറഞ്ഞു. പറയൂ ആ ഒരു എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആരെങ്കിലും എൻ്റെ അടുത്ത് നിനക്ക് ഒരു ടൈം മെഷീൻ പോണം അങ്ങനെ എന്നാ ഏത് വാട്ട് യു വാണ്ട് ടു എക്സ്പീരിയൻസ് അഗൈൻ അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിപ്പാ ഡോൺ പടം എക്സ്പീരിയൻസ് പറയുള്ളൂ. എന്തിനാ അത്ര സ്റ്റാർസ് അവരുടെ ഇപ്പോ ഒരു ക്യാമറ ഒരു ഫ്രെയിം ക്യാമറ വന്ന് മാറ്റിയെടുക്കാൻ 20 minutes ആവും. സോ ആ 20 minutes അത്ര സംസാരിക്കും. ഇപ്പൊ S.J. സൂര്യ സാർ ഇരിക്കട്ടെ, ഓൾ ദി സീനിയർ ആർട്ടിസ്റ്റ്, സമുദ്രകണി സാർ, ശിവാണ, എല്ലാരും അങ്ങനെ റൗണ്ടായി ഇരുന്ന് അവര് ഒരു പടം എക്സ്പീരിയൻസ് ചെയ്തത്. ശിവാണ വന്ന് വിജയ് ടിവിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ശിവാണയ്ക്ക് എത്ര ശമ്പളം കിട്ടായിരുന്നു, ആ ശമ്പളത്തിൽ ഞാൻ എന്ത് പണി എടുത്തോണ്ടിരുന്ന, ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് എന്താ ഫുഡ് പിടിക്കും, അതോ എങ്ങനെയാ ശിവാനോட പ്രൊഡക്ഷൻ SK പ്രൊഡക്ഷൻസ് വന്ന് വെരി കർപ്പൂരം മാതിരി നോക്കും. ഒരു മാതിരി കർപ്പൂരം കത്തിക്കുമല്ലേ ചെയ്യണത്. അയ്യോ കർപ്പൂരം കത്തിച്ച് കളയും. ഒരുമാതിരി ഭയങ്കര ഇതായിട്ട് നോക്കും. അപ്പൊ വന്ന് ടെൻഡർ ആയിട്ട് നോക്കും, കംഫർട്ടബിൾ ആയിട്ട് വയ്ക്കും. എനിക്ക് എന്തെങ്കിലും വന്ന് ഒരു ദോശ വേണം, ഒരു പീസ വേണം, അങ്ങനെ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് 1 hour ആയിരിക്കും ആ സ്പോട്ടില്ല. അവിടുന്ന് ആളെ വിളിച്ച് എന്റെ അടുത്ത് പറയാതെ കേട്ടല്ലേ വെരി ഭട്ടൂരയില്ലേ വലിയ അത് 2 വാങ്ങിട്ട് വന്നു. എനിക്ക് ചെന്ന ഭട്ടൂര എനിക്ക് എന്ത് തരാത്ത, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതായിരുന്നു. കൂടെ ഇല്ല എന്താന്നറിയോ, ഇപ്പൊ ശിവകാർത്തികൻ ഒരു വലിയ ഹീറോ, ആ ഹീറോയുടെ ക്യാരവനെല്ലാം വന്ന് നമ്മൾ അത്ര നിറയെ പേരിലെ ക്യാരവൻ വിടുമെന്നല്ലേ എനിക്കറിയില്ല. പക്ഷെ ശിവനല്ലേ എവറി ലഞ്ച് എവറി ഡിന്നർ എവറി ഷോട്ടിന് മുമ്പ് എല്ലാവരും വാങ്ങ അങ്ങനെ വന്ന് ശിവനോட ക്യാരവനിൽ ഇങ്ങനെ എല്ലാവർക്കും. സോ S.J. സൂര്യ സാർ, ഞാന്, എന്നിട്ട് പ്രിയങ്ക മോഹൻ ഹീറോയിൻ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ മിർച്ചി വിജയ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ, എന്നിട്ട് ബാലസറാണ്, 5 പേര് വരുന്ന ക്യാരവൻ ഇങ്ങനെ ഷേക്കാവും, ചിരിച്ച് അയ്യോ പഴയ വടിവേലു സാറിന്റെ ജോക്കും ഗൗണ്ടമണി സാറിന്റെ ജോക്കും. എന്നിട്ട് ശിവണ്ണ he is a very spontaneous comedian. ശിവണ്ണല്ല ശരി പാട്ടിൽ ഇങ്ങനെ കൗണ്ടർ ചിരിച്ച് തള്ളി. ഒരു പ്രാവശ്യം ശിവാനയുടെ ബർത്ത്ഡേക്ക് വന്ന് അവിടെ ഒരു എല്ലാ ക്രൂവിന് വേണ്ടി ഫലൂഡ എന്ത് കുൽഫി ഫലൂഡ അങ്ങനെ ഒരു സാധനം ഭയങ്കര ഫേമസ് ഒന്നും. സോ അതൊരു വലിയ എക്സ്പീരിയൻസ്. എന്താ ഞാൻ എപ്പോഴാ ആ ഷൂട്ടിൽ പോകും അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ട് ശിവാണനെ കാണണം, ഹായ് പറയണം, നിറയെ ശിവാർത്തയും പറഞ്ഞു. അണ്ണേ ഒരു ഡൗട്ട്, അയ്യോ എന്താ ശിവാംഗി എപ്പോഴും അണ്ണേ ഒരു ഡൗട്ട് എന്ന് പറയും. അപ്പൊ ശിവാംഗിയുടെ ഡൗട്ട് തുടങ്ങി. അയ്യോ ഇപ്പൊ കൂടെ റീസെന്റാ കണ്ടു, സെയിം പേഴ്സൺ ഇപ്പൊ കൂടെ മെസ്സേജ് അയച്ചാൽ ഉടനെ റിപ്ലൈ അയക്കും. ഇതെനിക്ക് 300 കോടി ഹിറ്റ് എല്ലാം തന്നു ഇപ്പൊ. അപ്പൊ കൂടെ സെയിം. ഞാൻ ഒരിക്കൽ പുകഴ് നമ്മളെല്ലാരും കൂടെ ഒരു പ്രോഗ്രാം ട്രാവൽ ചെയ്തപ്പം പുകഴുണ്ടല്ലോ, പുകഴ് ശിവകാർത്തികനെ മെസ്സേജ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ശിവേ 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 ഗുരുജി, ഞങ്ങളുടെ ഗുരുജി ബാലമുരളീകൃഷ്ണൻ സാറിന്റെ ഒരു പദവർണ്ണമാണ്. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ശിവേ 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 എന്ന് പറഞ്ഞു. യാരടാ അത്, അപ്പോ ഇതാരെന്ന് ചൊല്ലും അവിടെന്ന്. അപ്പം പറഞ്ഞു ഇല്ല ഇത് ശിവാംഗിയുടെ അമ്മതാ. ഓ നാങ്ക എല്ലാവരും ആരാകേട്ട് മകളുടെ അന്ത കുറല. അപ്പുറം അന്ന് ഇവളുടെ ഇതിന് പോകുമ്പോഴത്തേക്ക് ഇവരുടെ ക്യാരവണിലിടയ്ക്ക് ശിവകാർത്തികന്റെ ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ തിരുപ്പി ഒരു പാട്ടി എന്നൊക്കെ പാടുന്നത് കൊഞ്ചം പാടുറീങ്ങളാ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ ശിവേ ശിവേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടി. അല്ല അന്ന് ഞാൻ കുക്ക് വിത്ത് കോമാളി ചെയ്തോണ്ടിരുന്നോ, അപ്പോ ഹി വാസ് ഫോളോയിങ് ദാറ്റ് എവറി വീക്ക് ആ എപ്പിസോഡ്സ് എല്ലാമേ. അപ്പൊ ഒന്ന് ഈ அந்த எபிசோட்ல இப்படி நடந்தியே எல்லாரும் മുന്നാടി ഇപ്പൊ നടந்துക്കാമി എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ഇവളുടെ ഒരു ചെറിയ സംസാരം, അതില് സംസാരം എന്ന് പറഞ്ഞാല് അതില് സംസാരിക്കുന്ന ഡയലോഗ്സ്. മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ. സോ അതുകൊണ്ട് മിമിക്രി ഞാൻ രാവിലെ ആ സ്പോട്ടിൽ വന്ന് മേക്കപ്പിലാണ് ഇട്ടിട്ട് വരുമ്പോ എന്നെ പോലെ ആ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്താ എപ്പോഴും ആണാലും ഇപ്പടിയെല്ലാം പേசுற അങ്ങനെയൊക്കെ ചോദിക്കും. ബട്ട് അമേസിങ്. എന്റെ
ആര്? ആ പാട് പാട്. പാടത്തില്ലേ? ആ പിന്നെ യു സിംഗ് റൈറ്റ്? ശിവാംഗി No, ഒരു actually. സിംഗർ അല്ലേ? അതുകൊണ്ടാ ചോദിച്ചേ. ഞാൻ പാടും. ഞാൻ ചോദിച്ചേ ഇവിടെ പാട്ട് പാടത്തില്ലേന്ന്. ശിവാംഗി ഇവിടെ ഇവിടെ പാടില്ല. ഇവിടെ അതല്ലേ പറഞ്ഞേ. പാടും പാടും. എന്ത് പാട്ട് പാടും? വാനെ വാനെ വാ. ഇപ്പൊ ഞാൻ സായിപ്പ പാട്ടെ. ആ സായിബ പാടിക്കോളൂ. ഓക്കെ ശിവാംഗി അപ്പം പാട്ട് പാടൂ. ശിവാംഗി പാടാൻ പോകുന്നു. യെസ് ഓക്കെ. റെഡി. മൊഴിച്ചെപ്പിൻ തളർമോഹം വരും കേൾക്കേ നിൻ മേക്കുമ്പേ കൊളേർനാളം തലോടും നാം പതിവാർന്ന ലോകപ്പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗശില്പം ഇൻ പ്രാണസങ്കടം സാഹേബാ 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 ഇന്നേതു മേഘദൂത് കാത്തു നിൽപ്പൂ സാഹേബാ. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഗോവിന്ദന് സാലിഗ്രാമം മൊത്തം കാണാപ്പാടാം. ഓ ഏത് വീട്ടിൽ പോയാ എന്ന് കിട്ടും. കുറെ ലവേഴ്സ് ഉണ്ട് അവന്. മെയിൻ കുറെ ലവേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ഹൻസിക. എപ്പോ പാരെ ഹൻസിക ഉമ്മോച്ചുകൊണ്ട് നടക്കും. ഓ ഹൻസിക വേറെ മാസം മാസം പ്രഗ്നന്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരാളോട് ശിവാംഗി ബികോം കഴിഞ്ഞു പറഞ്ഞാ അങ്ങനെ പറയൂ നീ. തായ്ലൻഡല്ലോ ഫാമിലിയിൽ പോയല്ലെന്ന് ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയ ഒരേ ആഭാസം. ഈ അമ്മനെ എനിക്ക് വെക്കപ്പെടണില്ല, ഈ അമ്മ വെക്കപ്പെടണമെന്ന് എനിക്ക് ഒരു മാതിരി ആയിപ്പോയി. ഒരു ഡാൻസ് ഷോ ഉണ്ട്, കണ്ടിരിക്കേണ്ട ഡാൻസ് ആ, ഷോസ് ആണ്. super dance show. ഇങ്ങനെ അതോ ഭയങ്കര അത് ഞാൻ പറഞ്ഞു വരട്ടെ നടക്കുക. സമ്മ ഇങ്ങനെ ഷേപ്പ് അല്ല എന്നത് ഞാൻ പറഞ്ഞുതരാം. നിന്നോണ്ടിരുന്നു ഇങ്ങനെ ഫുള്ളാ ഡാൻസ് എല്ലാം ആടിയിട്ട് ഞാൻ സുന്ദര എടുത്തിട്ട് என்னடா இப்படி இருக்காங்க அவங்க கூட வந்து போட்டோ எடுக்கலாம். how much ആണ് ചോദിച്ചു. 100 baht അങ്ങനെയെന്ന് ഭയങ്കര സുന്ദരിയാണ്. ഞാനും ഉമ്മയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആണുങ്ങളായിരുന്നു. ഈ വാക്കിംഗ് സ്ട്രീറ്റിലാ പോകുമ്പോ ഈ മസാജ് അതിനൊക്കെ ആയിരിക്കുമല്ലേ എന്നത് ടൈം മസാജ് 100 baht അങ്ങനൊക്കെ വിളിക്കാം. എനിക്ക് എന്റെ ലവ് സ്റ്റോറി ഒന്ന് അവൻ ലവ് അങ്ങനെ ഇരുന്നെങ്കിൽ എനിക്ക് ഒന്ന് ഈ പാട്ട് പോലെ ഇരിക്കണം. ഉന്നെ നനച്ചതോ മനസ്സ് മയങ്കത് മനസ്സ് മയങ്കിതാ മുത്തം കേക്കുത്. വിദ്യാസാഗർ സാറിന്റെ പാട്ട് ഒരു പാട്ടുണ്ട്, കരിമിഴി കുഴുവിയ കണ്ടില്ല. അത് പാട്ട് ഇപ്പഴാ റീസെന്റ് ഞാൻ കേട്ടത്. അത് കേരളത്തിന്റെ എന്താ പറയണ പാടാത്ത ഒരു പുല്ല് പോലും ഇല്ല. ആ പാട്ട് കേട്ട് അതില് സുജാതന്റെ ഒരു ഹമ്മിങ് പാടി പുല്ലായിരിക്കുന്നു.